നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പവിത്ര ഉണ്ണി, കൂട്ടക്ഷരങ്ങളുടെ ഒരു എഡിറ്ററാണ്. നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളിൽ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം പുരുഷന്മാരുടെ മാനസികാരോഗ്യം എന്നതാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ പ്രിയ വർഗീസ് ആണ്. പ്രിയ ബ്രീത്ത് മൈൻഡ് കെയർ എന്ന തിരുവല്ലയിലുള്ള സ്ഥാപനത്തിന്റെ സ്ഥാപകയും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് മാനസികാരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രിയയുടെ ഈ സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ്. അതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോ അത് കണ്ടു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. വെൽക്കം പ്രിയ. അപ്പോ നമ്മളുടെ ഇന്നത്തെ വിഷയം സാധാരണ സമൂഹത്തിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഒരുപാട് എൻഗേജ് ചെയ്യാത്തൊരു വിഷയമായിരിക്കാം പുരുഷന്മാരുടെ മാനസികാരോഗ്യം എന്നുള്ളത്. അപ്പോ അത് നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഒരു സ്ത്രീയിൽ നിന്നൊരു പുരുഷന്റെ മാനസികാരോഗ്യത്തെ വ്യത്യാസപ്പെടുത്തുന്നതെന്നാണ് പ്രിയക്ക് തോന്നുന്നത്? അതിന് പ്രത്യേകമായിട്ടുള്ള ചലഞ്ചുകൾ ഉണ്ടോ, അതോ ചലഞ്ചുകൾ കുറവാണ് എന്നാണ് തോന്നുന്നത്? പുരുഷന്മാരുടെ കാര്യം എടുത്താൽ സൊസൈറ്റിയിൽ പൊതുവെ ഒരുപാട് എക്സ്പെക്ടേഷൻ ചിലപ്പോൾ സ്ത്രീകളെക്കാളും കൂടുതൽ ഈ മെന്റൽ സ്ട്രെങ്തിന്റെ കാര്യത്തിലൊക്കെ കൂടുതലാണ്. അതായത് ഒരു പുരുഷൻ കരയില്ല, ചെറുപ്പം തൊട്ടേ ചിലപ്പോൾ ആൺകുട്ടികളെ പറഞ്ഞ് വളർത്തുന്നതാണ്, ആൺകുട്ടികൾ കരയില്ല, നമ്മൾ സിനിമകളിലൊക്കെ കേൾക്കുന്നതല്ലേ. പക്ഷെ ഒരു പെൺകുട്ടി കരയുന്നത് അതൊരു നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അവർക്ക് ഡിപ്രഷൻ ഉണ്ട്, മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഒരു പുരുഷന്റെ കാര്യത്തിൽ അത്രത്തോളം അത് ഈസി ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ പല കണക്കുകളൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ചിലപ്പം സൂയിസൈഡ് ചെയ്യുന്നതിന്റെ കണക്കൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴൊക്കെ പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാളും കൂടുതൽ സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ സൂയിസൈഡ് പൂർത്തിയാക്കിയ അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. അവർ പലപ്പോഴും ഒരു സ്ത്രീ പറയുന്ന ഒരു ഈസി ആയിട്ട് ട്രീറ്റ്മെന്റിന് വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ പല ഡിസോർഡേഴ്സും നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഉത്കണ്ഠ, ഡിപ്രഷൻ പോലുള്ളതൊക്കെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റിഗ്മ കാരണം ചിലപ്പോൾ തുറന്നു പറച്ചിൽ ഈ പുരുഷന്മാരുടെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്കൊരു ഇമോഷണലി വെൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷനാണ് എന്ന് സ്വയം എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ അൺഹെൽത്തി ആണ് എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഏതൊക്കെ ഘട്ടങ്ങളിലായിരിക്കും ഒരു മെന്റലി ഹെൽത്തി അല്ലാത്തൊരു പുരുഷനാണ് എന്ന് സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ തിരിച്ചറിയാൻ സാധിക്കുന്നത്? ആ വ്യക്തിക്ക് സ്ട്രെസ് ടോളറൻസ് കുറവാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം വന്നു, വല്ലാതെ ടെൻഷൻ ഉണ്ടാകുന്നു. ചിലപ്പോൾ ആള് വീട്ടിൽ വന്നിട്ട് ആ ദേഷ്യം കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, രോഗം വരുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ വീട്ടിലെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സമ്പാദ്യമൊക്കെ എൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്, ഞാനാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ആരും ഇല്ലാതായി തീരുമോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രോഗങ്ങളൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ ഭാവിയിൽ വന്നു പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഉത്കണ്ഠപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അത് പലപ്പോഴും അത്ര ഈസി ആയിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഉത്കണ്ഠയുണ്ടെന്ന് ഓഫീസിൽ ഒരാളോട് പറഞ്ഞാൽ എങ്ങനെ അയാൾ എടുക്കുമെന്നുള്ളത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മെന്റലി ഹെൽത്തി അല്ലെങ്കിൽ അവരുടെ നമ്മൾ പറയത്തില്ല വെൽബീങ്, ഒരു സമാധാനം, ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാവും. ഒരു കാര്യത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ചില ആൾക്കാർ സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവരുടെ മെന്റൽ ഹെൽത്ത് ശരിയാക്കാനുള്ള മെഷേഴ്സ് എടുക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു കുട്ടി എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പലപ്പോഴും പലതരത്തിലുള്ള അബ്യൂസുകളായിരിക്കാം. അതിപ്പോ പാരന്റൽ അബ്യൂസ് ആയിരിക്കാം, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, അടിക്കുകയും ഒക്കെ ചെയ്യുന്ന, വളരെ ബെൽറ്റ് കൊണ്ടൊക്കെ അടിക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉള്ള ചില പാരന്റിങ് ആയിരിക്കാം. അത്തരത്തിലൊക്കെ കടന്നു വന്നിട്ടുള്ള വോയിസ് വളരുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ചൂഷണം നേരിടുന്നവരുണ്ടാകാം. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും അത്തരത്തിലുള്ള അബ്യൂസുകളൊക്കെ നേരിടുന്നുണ്ടാകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ആണുങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്? ഇപ്പോൾ പുരുഷന്മാരാണ് കുറച്ചുകൂടെ ചിലപ്പോൾ അഗ്രസീവായിട്ട് നമുക്ക് തോന്നുന്നത്. സ്ത്രീകൾ പൊതുവെ ദേഷ്യം വരുമ്പോൾ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രൈമുകളുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ അത് ചെയ്യുന്നത് പുരുഷന്മാരാണ് സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അത് ചെറുപ്പം തൊട്ടേ നമ്മൾ വളർത്തി വരുന്ന രീതിയാണ്. ഒരു തല്ല് കിട്ടിയാലും നീ തിരിച്ചു കൊടുക്കത്തില്ലേ എന്നുള്ളത് പുരുഷന്മാരോട് ചോദിക്കും. പക്ഷെ സ്ത്രീകളോട് നമ്മൾ അങ്ങനെയല്ല, കുറച്ചും കൂടി സമാധാനമായിട്ട് അതങ്ങ് വിട്ടുകള എന്നുള്ളതാണ്, അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ നമ്മൾ ഈ പേരന്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ആൺകുട്ടിയാണെന്നുള്ളതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയൊക്കെ ഉണ്ടാവും.
കാരണം ആൺകുട്ടികൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്, ചില വീടുകളിൽ പെൺകുട്ടികൾ വഴിതെറ്റാൻ സാധ്യതയുണ്ടെന്ന രീതിയിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഭാവിയിൽ പേരൻസിന് എതിരായിട്ട് അവർ തീരാനായിട്ട് പേരൻസിനെ ശത്രുക്കളെ പോലെ കരുതുന്ന പല ആൾക്കാരും ഉണ്ട്. ഭാവി എത്തുമ്പോഴത്തേനും അവര് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ മൂഡ് സ്വിങ്സ് വരുന്നു, അവർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ എടുത്തുചാട്ടം വരുന്നുള്ള രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ അബ്യൂസിന്റെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമാണ് അബ്യൂസ് ഉണ്ടാവുന്നത്, പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അബ്യൂസ് ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണയുള്ളത്. പക്ഷെ കണക്കുകൾ എടുത്താൽ പലപ്പോഴും 50-50 ആണ്. ഇപ്പോൾ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ചെറിയ പ്രായത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന കണക്ക് ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ പെൺകുട്ടികൾ കുറച്ചുകൂടെ അത് ഓപ്പൺ ആയിട്ട് പറയാനോ അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം ഫാമിലി കൊടുക്കാനോ സാധ്യതയുണ്ട്, ആൺകുട്ടികൾക്ക് അത് സാധ്യതയില്ല. അത് ഭാവിയിലേക്ക് ഇവര് ചിലപ്പോൾ ഒരു ഒരു ഭയം വരിക, ഇവര് സെക്യൂർ അല്ല, സേഫ് അല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ പുരുഷന്മാരും ചിന്തിച്ചു പോകുന്ന അവസ്ഥയുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഒരുപാട് കാണുന്നതാണല്ലോ ടീനേജേഴ്സിനിടയിലുള്ള അഗ്രഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡിലേക്കാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു ചൈൽഡ്ഹുഡ് അനുഭവങ്ങളുടെ ഒരു ഭാഗമായിട്ടാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതോ അത് പൊതുവെയുള്ള ഒരു പുരുഷ ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും? എല്ലാ പുരുഷന്മാരും അഗ്രസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ബാലൻസ്ഡ് ആയിട്ട് പ്രശ്നങ്ങളെ നല്ല രീതിയിൽ പരിഹരിച്ചു പോകുന്ന പുരുഷന്മാരും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും പൊതുവെ സ്ത്രീകൾക്കാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്, പുരുഷന്മാരും ഓക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ചില വീടുകൾ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ ഭാര്യമാരായിരിക്കും കൂടുതൽ അഗ്രസീവ് ആകുകയും പുരുഷന്മാരെ ഉപദ്രവിക്കുക, ശാരീരിക ഉപദ്രവം വരെ ഏൽപ്പിക്കുന്നതായിട്ട് അവർ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അഗ്രസീവ് ആകുക എന്ന് പറയുന്നത് അവര് വളർന്നു വന്ന സാഹചര്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അവര് വല്ലാതെ അവരെ കൊച്ചിലെ ചെറിയ പ്രായത്തിൽ പണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതേ രീതിയിൽ അഗ്രസീവായിട്ട് മറ്റുള്ളവരോടും പേരൻസിനോടും ഭാവിയിൽ പെരുമാറാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ പെർമിസീവായിട്ട് ആൺകുട്ടിയല്ലേ, നമുക്ക് ഫ്രീഡം കൊടുക്കാം, അവനൊന്ന് പുറത്തു പോയാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രായം തൊട്ടേ പൈസ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നു, നമ്മൾ എല്ലാ ഫ്രീഡം കൊടുക്കുന്നെങ്കിൽ അവർ പിന്നെ അങ്ങോട്ട് നോ എന്ന് പറയുന്നതിനെ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയും ഭാവിയിൽ വളരെ എടുത്തുചാട്ടം ഉള്ളവരും അഗ്രസീവായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ടല്ലോ, ടീനേജേഴ്സ് തന്നെ കുടുംബക്കാരെ തന്നെ കൊല്ലുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകാരെ മർദ്ദിച്ചു കൊല്ലുന്നു, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ അഗ്രസീവ്നെസ് നിയന്ത്രിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ കുറച്ചുകൂടി നല്ല മോഡലുകളായി മാറുക എന്നുള്ളതാണോ, അതോ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെറുപ്പത്തിൽ തന്നെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നല്ല മോഡലുകളാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ എപ്പം നമ്മൾ ഈ അഗ്രസീവ് ബിഹേവിയർ കാണുന്നു അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഷർ എടുക്കണം. പലപ്പോഴും ആൺകുട്ടികളല്ലേ, അവരിങ്ങനെയാണ്, അതങ്ങ് മാറിക്കോളും, ചെറിയ കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ വളരെ സമാധാന വാക്കുകൾ പറഞ്ഞ് നമ്മൾ ഡിലേ ചെയ്യുമ്പോൾ ഇതൊരു ഉറച്ച സ്വഭാവമായിട്ട് മാറും. പലപ്പോഴും കുട്ടികളുടെ കേസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കേസ് എടുക്കുമ്പോൾ, ഒരു 12 വയസ്സിന് ശേഷം ഈ ബിഹേവിയറൽ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഈ കുട്ടി 5 വയസ്സിലോ 6 വയസ്സിലോ ഒക്കെ ഈ ബിഹേവിയർ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ നമ്മളത് സാരമില്ല പോട്ടെ മാറും എന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ 12 വയസ്സേ ഉള്ളൂ, പക്ഷെ അപ്പൊ പോലും സ്വഭാവം ഒരു രീതിയിൽ ഉറച്ച രീതിയിൽ മാറുകയും അപ്പോൾ പോലും പേരൻസിനോട് അഗ്രസീവായിട്ട് പെരുമാറുക, മോഷ്ടിക്കുക പോലുള്ള രീതിയിലേക്ക് സ്വഭാവം മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. പിന്നീട് അവരെ നമുക്ക് ട്രീറ്റ്മെന്റിന് വിധേയമാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ പേരൻസിനോട് വളരെ വയലന്റ് ആയിട്ട് പെരുമാറുകയും അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഭാവിയിൽ എന്നാ പിന്നെ വിചാരിക്കും കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ പോവും. പക്ഷെ അപ്പോഴും എല്ലാം ഈ അഗ്രസീവ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഇതിന് ട്രീറ്റ്മെന്റ് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഒരു പുരുഷന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമെന്നോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടെന്നോ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പലപ്പോഴും ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുമ്പോഴാണ്. ഒരു പ്രണയ പരാജയം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ റിജക്ട് ചെയ്യുന്നു തന്നെ, അത് പലപ്പോഴും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മദ്യപിച്ചും നിരാശ കാമുകനായിട്ടും ഒക്കെ നടക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട്, റിയാലിറ്റിയിൽ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും. അപ്പോ എങ്ങനെയാണ് ഒരു ആൺകുട്ടി ഒരു ഹാർട്ട് ബ്രേക്കിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെ അവർക്ക് നമുക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ അവരെ എക്വിപ്പ് ചെയ്യാൻ സാധിക്കും? ഇത് പലപ്പോഴും ടീനേജ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു റെസിലിയൻസ്, ഒരു നല്ല ബിഹേവിയർ ഒന്നുമല്ല. ചെറുപ്പം തൊട്ടേ അവരുടെ ഇമോഷൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് വരണം. ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് പേരൻസ് കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിക്കൊണ്ട് അവർ വാല്യൂ ഉള്ള ഒരാൾക്കാരാണ് എന്നുള്ള രീതിയിൽ ചിന്ത ഉണ്ടാവണം.
കാരണം അങ്ങനെ ഇല്ലാതെ, പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ, ആരും ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടി ഒരു പ്രണയത്തിലേക്ക് കടക്കുന്നു. ആ പ്രണയം പരാജയപ്പെടുന്നു. അപ്പൊ ആ കുട്ടിയുടെ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ചിന്ത വരുന്നത്, എന്റെ പേരൻസ് തഴഞ്ഞു, എന്നെ ഉപേക്ഷിച്ചു, എന്നെ നോക്കിയില്ല, എന്റെ കാമുകി എന്നെ ശ്രദ്ധിച്ചില്ല, അതിന്റെ അർത്ഥം ഞാൻ വാല്യൂ ഇല്ലാത്ത ഒരാളാണ്, എനിക്കിനി ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് മീനിങ്ലെസ് ആയിട്ട് തോന്നിയിട്ടാണ് അയാൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ ഒരു പ്രോബ്ലം സോൾവിങ് എന്താണ്, നിങ്ങൾ വാല്യൂ ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ ആ കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാലേ ഈ 18 25 ഒരു 20 വയസ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ആത്മഹത്യക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറയുമ്പോൾ അത്ര എളുപ്പമാവില്ല. ഈ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മുഴുവൻ നമ്മൾ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ എക്സാം സമ്മർദ്ദം എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുട്ടികളെ ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ട്, പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീട് വിട്ട് പോവുക എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത്. ഇപ്പൊ ആത്മഹത്യ എന്നുള്ള രീതിയിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. എന്തുകൊണ്ടാണ് പരാജയത്തെ ഏറ്റെടുക്കാൻ ഇത്രയധികം ഈ കുട്ടികൾ പേടിക്കുന്നതെന്നാണ് തോന്നുന്നത്? പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു തടസ്സം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൺകുട്ടികൾക്കാണ് കുറച്ചുകൂടി വീട് വിട്ടു പോകാനോ ഒക്കെ കുറച്ചുകൂടി എളുപ്പമായി നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോ എന്താണ് അവരെ ഭരിക്കുന്ന ഒരു കാര്യം? ഇങ്ങനെ പരീക്ഷയിൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ മാർക്ക് കുറയുക, അല്ലെങ്കിൽ 1-2 മാർക്ക് കുറയുന്നത് പോലും സഹിക്കാതെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്ന കുട്ടികളെ നമുക്കൊന്ന് കാണാൻ സാധിക്കും. എല്ലാത്തിലും ടോപ്പിലെത്തണം, അല്ലെങ്കിൽ അങ്ങനെ ആയാൽ മാത്രമേ തനിക്ക് വേർത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് ഈ കുട്ടികൾ എത്തുന്നത്? പലപ്പോഴും ഒരു 15 അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവരും. ഇവര് ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആയി കാണും. ഇവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ജീവിതത്തിൽ. ഇവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക എന്ന് പേരൻസ് പറയും. നമ്മൾ ഇവരുടെ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല രീതിയിൽ പഠിച്ചു വരികയും ഒരു രീതിയിലുള്ള ബിഹേവിയർ ഇഷ്യൂസ് ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നല്ല റെക്കോർഡുള്ള ഈ കുട്ടികളാണ് ഒരു ഏജ് എത്തുമ്പോഴത്തേനും കൺഫ്യൂസ്ഡ് ആയി പോകുന്നു, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വളരെ കഷ്ടം തോന്നും. പലപ്പോഴും ഇവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ, ചെറുപ്പം തൊട്ടേ ഇവര് ഫസ്റ്റ് മേടിക്കുക, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക, പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു പ്രഷർ കാണും. അപ്പൊ അങ്ങനെ ഇത് മാത്രം ഒരു ഫസ്റ്റ് എത്തണം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പഠിച്ചു വരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവരുടെ ആഗ്രഹങ്ങൾ ചിലപ്പോഴും എന്താണെന്ന് പോലും ചിലപ്പോൾ ഇവരുടെ പേരൻസ് ഒന്നും അന്വേഷിക്കില്ല. ഇവരെ പ്രഷർ കൊടുത്ത് നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന പോലെ അവരെ ജീവിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. എനിക്ക് പണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ നീ ഇത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിന്റെ ഏറ്റവും ജീവിതം മെച്ചപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഇതാണ് ഏറ്റവും ബെസ്റ്റ്, നീ തീരുമാനിക്കൂ. നമ്മൾ ഈ വാഴ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ഈ പ്രഷറെല്ലാം ഒരു ലെവൽ എത്തുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാതാവും. ഇത്രയും അവരുടെ ഉള്ള ക്വാളിറ്റീസ് മൊത്തം അതെല്ലാം മിനിമം ആണ്, ഒരു കാര്യമില്ല, ഞാൻ ഈ ചെയ്തതൊക്കെ വെറുതെ ആയിരുന്നു ചിന്തിച്ച് പിന്നീട് ഡിപ്രഷനിലാകപ്പെടുകയും ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ അത്രയും പ്രഷർ കൊടുക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും കൂടി, തോൽവിയും കൂടെ ആവശ്യമാണ് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടത്. ആ രീതിയിലേക്ക് അവരെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കുറച്ച് തോൽവിയെ ഫേസ് ചെയ്യാനും കൂടെ നമ്മൾ അനുവദിക്കണം. സുനന്ദ മഹേഷ് ചോദിക്കുന്നു, പ്രൈമറി ഇമോഷൻസും സെക്കൻഡറി ഇമോഷൻസും ഇതിനെ കുറിച്ച് പറയാമോ? പ്രൈമറി ഇമോഷൻ, സെക്കൻഡറി ഇമോഷൻ എന്താണ് ഉദ്ദേശിച്ചത്? എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഒന്നുകൂടി വിശദീകരിച്ച് ചോദിക്കാമോ സുനന്ദ മഹേഷ്? രഞ്ജിത്ത് കാഞ്ഞിരത്തിൽ ചോദിക്കുന്നത്, പുരുഷന്മാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആരോപണം ആൺമേൽക്കോയ്മ എന്നതാണല്ലോ. സത്യത്തിൽ അവർ പുലർത്തുന്ന സ്നേഹവും കെയറും ഉത്തരവാദിത്വവും ആൺമേൽക്കോയ്മയായി തെറ്റിദ്ധരിക്കുകയല്ലേ എന്നാണ് രഞ്ജിത്ത് കാഞ്ഞിരത്തിൽ ചോദിക്കുന്നത്. ആണോ? രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരുപാട് നന്നായിട്ട് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന പുരുഷന്മാരുണ്ട്. ചിലപ്പോൾ ഈ ഭാര്യമാർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം, ചിലപ്പോൾ അവർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ അവർക്ക് പെട്ടെന്ന് ഇമോഷൻസിന്റെ കൺട്രോളും ഇല്ലാതാവുന്നു, അല്ലെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ബിഹേവിയർ ഉള്ള സ്ത്രീകൾ ചിലപ്പോൾ ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഭർത്താക്കന്മാരെ തെറ്റിദ്ധരിക്കുകയും അല്ലെങ്കിൽ അവരോട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതേസമയം നമ്മളൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ പലപ്പോഴും ആ വ്യക്തി ഒരുപാട് കൺട്രോൾ നടത്താനായിട്ട് നോക്കുന്നു ഭാര്യയുടെ മേളിൽ, ഒന്നിനും അനുവദിക്കുന്നില്ല, ഒട്ടും എമ്പതി ഇല്ല വൈഫിനോട്, എൻ്റെ കാര്യങ്ങൾ നടക്കണം, സെൽഫ് സെൻറ്റേർഡ് എന്നുള്ള രീതിയിൽ. അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും, അവർക്കൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള ബേസിക് റൈറ്റ്സ് പോലും അനുവദിക്കാതെ ഓവർ പ്രൊട്ടക്റ്റീവ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ അപകടകരമാണ്. ഇത് ഏതാണെന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഈ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുന്നത് സ്നേഹമായിട്ട് പലപ്പോഴും കാണില്ല. രണ്ടുപേർക്കും നമ്മൾ പറയില്ലേ, ശ്വാസം വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ സമാധാനമായിട്ട് പോകാൻ പറ്റുള്ളൂ.
അതിനോട് ചേർത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്, വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടോ അല്ലാതെയോ തരത്തിലുള്ള ഒരു കൺട്രോള് സ്ത്രീകളുടെ മേലെ കൊണ്ടുവരാൻ പലപ്പോഴും പുരുഷന്മാർ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണോ കാണേണ്ടത്? ഇതിന് ചികിത്സ ആവശ്യമുണ്ടോ? അതോ ഇതില് പലപ്പോഴും സ്ത്രീകളുടെ ഒരു സമീപനത്തിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കും? ഇത് പലപ്പോഴും ഈ കേസുകളിലൊക്കെ കുറെ അന്ധവിശ്വാസങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ പുരുഷന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില തെറ്റായ കാര്യങ്ങളുണ്ട്. നമ്മൾ ഡോമിനന്റ് ആയിരിക്കണം. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നതല്ലേ, അവളെ അവളുടെ സൗകര്യത്തിന് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ വിലയാണ് പോകുന്നത്, അവൾക്ക് പൈസ കൊടുക്കരുത്, നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ വേണം, സ്ത്രീകൾ വളരെ ദുർബലരാണ്, എപ്പോൾ വേണമെങ്കിലും വേറൊരാളുടെ കെണിയിൽ വീണു പോകാന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ പുരുഷന്മാരെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മാറിയെങ്കിലേ, ഈ മെയിൽ ഡോമിനന്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ മെയിൽസിനെല്ലാം കുറച്ചും കൂടി ഒരു ലോജിക്കൽ തിങ്കിങ് വരണം. എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരും അങ്ങനെയൊന്നുമല്ല. നല്ല രീതിയിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുകയും കാര്യങ്ങൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുകയും ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അതിലൊന്ന് രീതികളിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ വലിയ നഷ്ടങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. അത് പലതും തെറ്റിദ്ധാരണകളാണ്. സുനന്ദ മഹേഷ് ചോദിക്കുന്നത്, പേരൻസ് മനസ്സിലുള്ളത് അല്ല പലപ്പോഴും മക്കളോട് നേരെ കാണുമ്പോൾ പ്രകടിപ്പിക്കുക, അതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് തോന്നുന്നു എന്നാണ് സുനന്ദ ചോദിക്കുന്നത്. അതായത് അവർ പറയുന്നത്, ഇപ്പോ നമ്മളൊരു കുട്ടിയോട് നമുക്ക് ഒരു അവരുടെ കൺസേൺ ആയിരിക്കാം, പക്ഷെ ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്നേഹമായിരിക്കാം, പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് സുനന്ദ മഹേഷ് ചോദിക്കുന്നത്. അത് ആൺകുട്ടികളെ എത്രത്തോളം അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ആൺകുട്ടിയോടുള്ള ഒരു പാരന്റിങ് രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസമാണ് ഒരു പാരന്റ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇത് നമ്മൾ നാഗിങ് ആയിട്ട് ചെയ്താൽ ഒരു മനുഷ്യനും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് പറയുന്ന രീതിയിലേക്ക് വരണം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ നമ്മളുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ മറ്റൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നൊക്കെ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പരസ്പരം സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാർ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. പൊതുവെ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ വഴക്കുണ്ടാക്കി വാങ്ങുന്നു. നമ്മളെ ലിസൺ ചെയ്യാനായിട്ട് പോലും ആൾക്കാർ ചിലപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇക്വാലിറ്റിയുടെ ഒക്കെ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. പലപ്പോഴും ഭാര്യമാരാണെന്ന് തോന്നുന്നു കൂടുതൽ ഭർത്താക്കന്മാരോട് ഇമോഷൻസ് ഉള്ളത് പറയില്ല, അവർ മറ്റെന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഇതൊരു ശീലമായിട്ട് വന്നിട്ടായിരിക്കും മകന്റെ അടുത്തും ഇതേപോലെ തന്നെ നമുക്ക് സ്നേഹമാണുള്ളത്, പക്ഷെ അത് ദേഷ്യത്തോടെയോടെ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ചിലപ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ ആൾക്കാർ അംഗീകരിക്കില്ല, അല്ലെ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ളത് എപ്പോഴും നമുക്ക് തോന്നിയിട്ടാണ്. അപ്പൊ കുറച്ചുകൂടി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നെങ്കിൽ മാത്രമേ ഇത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ജയശ്രീ ജോൺ ചോദിക്കുന്നു, ഒരേ കാര്യത്തിൽ തന്നെ പുരുഷനും സ്ത്രീക്കും ഉണ്ടാകുന്ന ഇമോഷൻസ് വ്യത്യസ്തമാവുകയും അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാവുകയും ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? അതേക്കുറിച്ച് പറയാമോ? ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണോ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഒരു പുരുഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അത് മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ പ്രിയക്ക്? പലപ്പോഴും സ്ത്രീകൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും പുരുഷൻ ഹാൻഡിൽ ചെയ്യുന്നത് തെറ്റിദ്ധരിക്കുകയും, പുരുഷൻ വിചാരിക്കുന്നത് താൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് സ്ത്രീകൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡിഫറൻസിനെ കുറിച്ച് ആളുകൾ കൂടുതൽ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അല്ല, അത് നമ്മൾ ഈ വളർന്നു വന്ന രീതി, നമ്മളെ പഠിപ്പിച്ച രീതികളൊക്കെ തന്നെയാണ്. ഇപ്പൊ പുരുഷൻ പൊതുവെ സ്ട്രെസ് വന്നാലും അത് അവര് പുറമേ കാണിക്കില്ല. കാരണം ഞാൻ വീക്കാണെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിപ്പോയൊരു പ്രശ്നം വരാം. അപ്പൊ അതുകൊണ്ട് ഓഫീസിലെ സ്ട്രെസ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും കുറച്ചു നേരം മിണ്ടാതിരുന്നാലായിരിക്കും ചിലപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുന്നതെന്ന് പൊതുവെ പുരുഷന്മാർ പറയാറുണ്ട്. അവരെങ്ങനെ എല്ലാത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് പോയി കുറച്ച് സമയം ഇരിക്കും. പക്ഷെ സ്ത്രീകളുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് അവർക്കൊരു സ്ട്രെസ് ഉള്ളപ്പോൾ കൂടെ നിൽക്കുക, ഹസ്ബൻഡ് ലിസൺ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ പലപ്പോഴും ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോ കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിന്റെ പിന്നാലെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് വഴക്കാകുക. അതുപോലെ തന്നെ കെയർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് വിചാരിക്കുന്നത് ഞാൻ സാധാരണ സ്ട്രെസ് ഇങ്ങനെയല്ലേ ഡീൽ ചെയ്യുന്നത്, അപ്പൊ അവൾക്കും കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കും വേണ്ടത് എന്ന് വിചാരിച്ച് ഭർത്താവ് മാറി നിൽക്കുന്നു. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ പലപ്പോഴും എനിക്കൊന്ന് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ കുറച്ചും കൂടി ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി ഡീൽ ചെയ്യാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ
എന്താണ് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ടെൻഷനും അതുപോലെ മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടല്ലോ. ഇതിനെപ്പറ്റി പല പുരുഷന്മാർക്കും ധാരണയില്ല. അവർ ചിലപ്പോൾ എന്താണ് ഭാര്യയ്ക്ക് അവരോടുള്ള സ്നേഹമില്ലായ്മയായിട്ടും ഒക്കെ ചിലപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതുകൊണ്ട് തീർന്നു, ഈ ദേഷ്യം കൊണ്ട് ഈ ജീവിതം തീർന്നു എന്നൊക്കെ ആദ്യ സമയത്ത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ ആവശ്യം വളരെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഞാൻ പറയാം. ഇപ്പൊ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തർക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു, ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാകുന്നു. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പുരുഷൻ അത് മറന്നു പോവുകയോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതേസമയം സ്ത്രീകൾ അതിൽ തന്നെ പിടിച്ചിരിക്കുന്നതായിട്ട് പരാതി കേൾക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് അതിലുണ്ടാകുന്നത്? അത് എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ വിശദീകരണം നമുക്ക് നൽകാൻ സാധിക്കും? അതിന്റെ കാരണം സ്ത്രീകൾക്ക് പൊതുവെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഹസ്ബൻഡിന് ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പെട്ടെന്ന് ഇറങ്ങി പോവാം, വീട്ടിലൊരു പ്രശ്നം വന്നു, അത് കഴിഞ്ഞ് അവർ ഡിസ്ട്രാക്റ്റഡ് ആകുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ഓഫീസിലെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അവർ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരതിലേക്ക് എൻഗേജ്ഡ് ആവുന്നു. പക്ഷെ സ്ത്രീകൾ പൊതുവെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും, അങ്ങനെ കുഞ്ഞിന്റെ കാര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യത കുറച്ചുകൂടി അവർക്ക് കുറവാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കാലം ഇത് മനസ്സിൽ നിന്ന് പോകാതെ ഇങ്ങനെ ഈ മെമ്മറി ഉണ്ട് ഇവരുടെ മനസ്സിൽ. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അതേസമയം പുരുഷന്മാർ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർക്കും ഈ മറവിയുടെ പ്രശ്നം, ഈ മറക്കാതെ ഇരുന്നിട്ട് ചിലപ്പോൾ ഓർക്കുന്ന പ്രശ്നം ഉണ്ടാവാം. ഇപ്പൊ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കുറച്ചും കൂടി കണ്ടെത്തണം. കുറച്ചുകൂടി എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കുകയും ബിസി ആയിരിക്കുകയും ചെയ്യുന്നതാണ് ആരുടെയും മാനസികാരോഗ്യത്തിന് നല്ലത് എന്നാണ് പ്രിയ ഉദ്ദേശിക്കുന്നത്. രഞ്ജിത്ത് കാഞ്ഞിരത്തിൽ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. ഒറ്റ മക്കളായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ എതിർലിംഗത്തിൽപ്പെട്ടവരെ വേണ്ട പോലെ മനസ്സിലാക്കാതെ പോകുന്നു എന്നൊരു പ്രസ്താവന കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് മറ്റേ ഒരു ജെൻഡറിലുള്ള ആളുമായി ഒരുമിച്ച് വളരാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരാളെ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിനെ തന്നെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഒരുപാട് കാലം ആ വ്യക്തിയെ കണ്ട് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയാണ് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ നമുക്ക് രഹസ്യങ്ങൾ പറയാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മൾ ലേൺ ചെയ്യുന്നതാണ്. മറ്റൊരാളെ കാണുന്നില്ല, നമ്മൾ നമ്മുടെ ഒരു വേൾഡിൽ മാത്രമാണെങ്കിൽ പലപ്പോഴും നമുക്ക് മറ്റൊരാളെ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയോ, ചിലപ്പോൾ ഈ ഒറ്റക്കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടത്തിൽ പോകാൻ പോലും ചിലപ്പോൾ അനുവദിക്കില്ലായിരിക്കാം. സോഷ്യൽ സ്കിൽസ് ചിലപ്പോൾ അവർക്ക് കുറവായിരിക്കാം, വീട്ടിൽ തന്നെ ആയി പോയത് കൊണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ അവർക്ക് ഒരു എക്സ്പോഷർ കൊടുക്കുവാണെങ്കിൽ എല്ലാവരെയും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇത്തരത്തിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം എന്ന് പ്രിയക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ പലപ്പോഴും കൂടുതലും സെഗ്രഗേഷൻ ആണല്ലോ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വേറെ, ആണുങ്ങൾ വേറെ, രണ്ടുപേരും തൂങ്ങി കണ്ടാൽ തന്നെ ഇവിടെ ഭൂലോകം അവസാനിക്കുന്നുള്ള ചിന്തകളൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അവർ ഒരു തരത്തിലും ഒരിടത്തും ഇടപെടാൻ പാടില്ല, അവർ ഒരുമിച്ചൊരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല, ഒരുമിച്ച് കാണാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒരുപാട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ഇത് എത്രത്തോളം ഈ പ്രശ്നങ്ങളെ കൂടുതലാക്കുമെന്നാണ് പ്രിയക്ക് തോന്നുന്നത്? ഉറപ്പായിട്ടും അത് കൂടുതലാക്കും. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് എക്സ്പെക്ടേഷൻ ആയിരിക്കും നമ്മൾ കാണാത്ത ഒരാളെ പറ്റി ചിലപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ വിചാരിച്ചത്. ഒരു മാരേജിലേക്ക് കടക്കുമ്പം ഞാൻ മൂവിയിൽ കണ്ടതോ എന്നോട് വീട്ടുകാർ പറഞ്ഞു തന്നോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളത് വരുമ്പോഴത്തേനും വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ കുറച്ചും കൂടി ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ കുറവാണ്. അവർ കുറച്ചും കൂടി പരസ്പരം മനസ്സിലാക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്, കഴിഞ്ഞ തലമുറയെക്കാളും ഒക്കെ. മനോമോഹൻ ചോദിക്കുന്നു, ആൺകുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അച്ഛനമ്മമാർക്കും വീട്ടിലെ മറ്റംഗങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു യുവാവാകുന്നതിനിടയിലുള്ള ഏതൊക്കെ ഘട്ടങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളത്? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ പ്യൂബർട്ടിയുടെ അത്ര പോലും ഒരു പ്രാധാന്യം സമൂഹമോ കുടുംബമോ ഒരു ആൺകുട്ടിയുടെ പ്യൂബർട്ടിക്കോ ഒരു ഗ്രോത്തിനോ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ നമുക്ക് അതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആകാൻ പറ്റും? നമ്മൾ അവരെ ചെറുപ്പം തൊട്ടേ കെയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവരുടെ ഫ്രണ്ട്സ് ആരാണെന്നൊക്കെ, നമുക്ക് ആൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് അവൻ എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാക്കിക്കോളും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു ശ്രദ്ധ എന്താണെങ്കിലും ആവശ്യമാണ്. ചിലപ്പോൾ ഈ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരേപോലെ തന്നെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതി വേണം. ഇപ്പോൾ കുട്ടി വൈകി വരികയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇനി അനുവദിക്കില്ല. ഉദാഹരണത്തിന് ബൈക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെ ഒരു നിയമം വെക്കുന്നു.
അത് എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകൂ. ഇപ്പൊ അച്ഛൻ സ്ട്രിക്റ്റ് ആവുന്നു, അമ്മ പക്ഷെ അനുവദിച്ചു കൊടുക്കുന്നു വന്നു കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ സ്വഭാവം സ്റ്റേബിൾ ആകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് പ്രിയ പറയുന്നത്. ഇപ്പൊ ടീനേജിൽ എത്തുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നില്ലെങ്കിൽ പലപ്പോഴും അച്ഛന്മാരോടായിരിക്കും വഴക്ക് കൂടുന്നത് ആൺകുട്ടികൾ. അവരുടെ ഒരു ലിബർട്ടിക്ക് വേണ്ടിയുള്ള ഒരു റിബലാകുന്ന ഒരു കാലഘട്ടം കൂടുതൽ അച്ഛന്മാരോടായിരിക്കാം. ആ കാലഘട്ടത്തെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ എന്ന് രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അച്ഛന്മാരെ നമ്മൾ എടുത്താല് ഒരു പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും ഇവര്. എല്ലാ കാര്യത്തിലും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കണം, എല്ലാ അടുക്കും ചിട്ടയും വേണം എന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ ചില കുട്ടികളുടെ കേസിൽ ഇത് ഓവറായിട്ട് നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ റിബല്യസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ എന്നെ ആരും കെയർ ചെയ്യുന്നില്ല, എന്നെ ഭരിക്കാൻ മാത്രമാണ് എൻ്റെ പേരന്റ് അല്ലെങ്കിൽ അച്ഛനുള്ളതെന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ ഇവൻ പറയുന്നതിനെല്ലാം എതിരായിട്ട് പെരുമാറാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും കാണുന്നതാണ് ഈ പേരൻസ്, പ്രത്യേകിച്ച് അച്ഛൻ ഇത് മനസ്സിലാക്കിയിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് അവൻ എന്തെങ്കിലും സാധനം ഇരിക്കേണ്ടടുത്ത് വെച്ചില്ല, അത് കുഴപ്പമില്ല, വിട്ട് കളയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നതായിട്ടും കോൺഫ്ലിക്റ്റുകൾ കുറയുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ അമിതമായിട്ടുള്ള സ്ട്രിക്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അപകടമാണ്. കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹിതനാകുന്ന ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പുരുഷന്മാർ ബാധിക്കുന്നുണ്ടാകാം. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയി നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹത്തിന് അനുയോജ്യമായ പെൺകുട്ടികളെ ലഭ്യമല്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട്. അത് ഒരുപാട് പേരുടെ ഒരു മാനസിക സമ്മർദ്ദത്തിന് കാരണമായി മാറുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നാണ് പ്രിയക്ക് തോന്നുന്നത്? ഇപ്പോ പെൺകുട്ടികളെ ലഭ്യമല്ല വിവാഹം കഴിക്കാൻ, അപ്പോ എന്താണ് അതിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ വീടുകളിൽ നമ്മുടെ അച്ഛൻ എങ്ങനെയാണ് അമ്മയോട് പെരുമാറിയതെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ഫാമിലിയിൽ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ള ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ കൊണ്ട് വരുന്നു. ഭാവിയെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കല്യാണം വേണ്ട, കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഇത് കണ്ടു വളരെയാണ്, എനിക്ക് വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കല്യാണത്തിനോടെന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ വീട്ടിലെ എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ ഫോം ചെയ്യുന്നത്. പുരുഷന്മാർ അങ്ങനെയല്ലെന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ തന്നെ സ്ത്രീകളെ കെയർ ചെയ്യുന്നവരാണ്, ഒരു ഡോമിനന്റ് പൊസിഷനിലല്ല, രണ്ടുപേരും ഈക്വൽ ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഇവരുടെ ബന്ധുക്കളിലും സഹോദരങ്ങളിലും ഒക്കെ കല്യാണം കഴിച്ചിട്ടുള്ളവരിൽ ഇങ്ങനെ കാണണം, എങ്കിൽ മാത്രമേ ഒരു മാറ്റം വരുള്ളൂ. ഒരു വിവാഹിതനാകാൻ പോകുന്ന ഒരു പുരുഷൻ തന്റെ മാനസികാരോഗ്യം ഈ വിവാഹത്തോടു കൂടി തകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പ്രിയക്ക് പറയാൻ സാധിക്കുക? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു അറേഞ്ച് മാരേജ് ആയാലും ശരി, ഒരു ലവ് മാരേജ് ആയാലും ശരി, തന്റെ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കമ്മിറ്റഡ് വിവാഹ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പ്രിയക്ക് തോന്നുന്നത്? പവിത്ര ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം പെൺകുട്ടികളെ കിട്ടാനായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ കമ്പാറ്റബിലിറ്റി ഉണ്ടോ, രണ്ടുപേർക്ക് എത്ര സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കാതെ നമുക്ക് നടക്കുന്ന കല്യാണം, പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ ഇതൊക്കെ അപകടമാണ്. കാരണം കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് 1-2 ദിവസത്തെ കാര്യമല്ലല്ലോ. അപ്പൊ പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം കല്യാണം കഴിച്ചു എന്നാൽ വേഗം കല്യാണം കഴിക്കണം എന്ന രീതിയിൽ ചെയ്യേണ്ടതല്ല ഇത്. എത്രമാത്രം തമ്മിൽ ഒരുമിച്ച് പോകും നോക്കണം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഈ കല്യാണത്തിന് മുമ്പ് തന്നെ വിളിച്ച് സംസാരിക്കുകയും മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് അവരെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. പല റെഡ് ഫ്ലാഗ്സും ഈ സമയത്ത് തന്നെ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഓവർ കൺട്രോൾ ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമില്ലെന്നുള്ള സംശയം പോലെ വരാം. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ വരുന്ന നമ്മുടെ പാർട്ട്ണറെയും വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ സംശയിച്ചു പോകാം. അപ്പൊ ഇത് ഏതാണെന്നൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മുടെ തോന്നലാണോ റിയാലിറ്റി ആണോ എന്നൊക്കെ നമ്മൾ വേർതിരിച്ചറിയണം. രണ്ടുപേരും ചേർന്ന് സംസാരിച്ച് രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന കണ്ടാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പലപ്പോഴും ഇങ്ങനത്തെ കേസസിൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ളതൊക്കെ ഒരാൾക്കുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ആൾക്കാർ കുറച്ചുകൂടെ അവെയറാണ്. അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനും ഒക്കെ ഇപ്പം ശ്രമിക്കാറുണ്ട്. കാരണം ഒട്ടും കമ്പാറ്റബിൾ അല്ല എന്ന് തോന്നുമ്പോഴേക്കും. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ആൺകുട്ടികളുടെ റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ തന്നെ ആണുങ്ങൾ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ പെൺകുട്ടികൾ കാണുന്ന ചില റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്നാണ് ഒരു ക്ലയന്റിന്റെ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ പ്രിയക്ക് തോന്നുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത്? അതായത് ഇവരുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും
തങ്ങളുടെ മാനസികാരോഗ്യത്തെ തകർക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില റെഡ് ഫ്ലാഗ്സ് എന്താണ് പെൺകുട്ടികൾ കാണും? ഈ ട്രസ്റ്റ് ഇഷ്യൂസ്, അതായത് ഇവരെ ശരിക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ വരാം. ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ള അവസ്ഥ, കള്ളങ്ങൾ പറയുക, അതുപോലെ ചിലപ്പോൾ പൈസയൊക്കെ മേടിച്ചിട്ട് അവര് ഒരു നിയന്ത്രണമില്ലാതെ പൈസ ചെലവാക്കുക, അല്ലെങ്കിൽ വല്ലാത്ത ദേഷ്യം തോന്നുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അവരൊരു ട്രീറ്റ്മെന്റ് എടുത്ത് അവരുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആയതിനു ശേഷമായിരിക്കും കല്യാണത്തിലേക്ക് പോയാൽ കുറച്ചും കൂടി അത് നന്നാവുക. അപ്പോൾ ഇത് പലപ്പോഴും സ്ത്രീകൾ മാത്രം പാവങ്ങളും പുരുഷന്മാരെല്ലാം പ്രശ്നക്കാരും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരുടെ ഇടയിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില മാരേജസിലൊക്കെ നോക്കി രണ്ടു പേർക്കും വ്യക്തിത്വ വൈകല്യം ഉള്ളതായിട്ട് കാണാറുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യുക വളരെ ഡിഫിക്കൽട്ടും ആണ്. ഇപ്പോ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ പുരുഷന്മാരത് മാത്രമല്ല, എന്നാൽ പോലും ബഹുഭൂരിപക്ഷവും അത് പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത്തരത്തിലുള്ള കേസുകളൊക്കെ വരാറുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ നാർസിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായ സെൽഫ് ലവ് ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണം, ഞാൻ പറയുന്ന എല്ലാം നടക്കണം, എല്ലായിടത്തും എനിക്ക് അറ്റൻഷൻ കിട്ടണം എന്നുള്ളത് നിർബന്ധം. അവര് പലപ്പോഴും അവരുടെ പാർട്ട്നേഴ്സിനെ ഒരു വില കൊടുക്കാത്ത രീതിയിൽ അവരുടെ പാർട്ട്നേഴ്സ് ശരിക്കും സഫർ ചെയ്യുമായിരിക്കും ചെയ്യുക. പക്ഷെ അവര് തനിയെ ട്രീറ്റ്മെന്റിന് എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് വരുന്ന സാഹചര്യങ്ങൾ വളരെ വളരെ റെയർ ആണ്. കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളപ്പം ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണ്, എനിക്ക് ഒരു കുഴപ്പമില്ലെന്നായിരിക്കും അവർ വിശ്വസിക്കുക. അവരുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാവർക്കും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളപ്പോഴും അവരങ്ങനെ വിശ്വസിക്കും. അവർ ട്രീറ്റ്മെന്റ് വരില്ല. പിന്നെ ഈ വൈഫിന് അതിന് ഡിപ്രഷൻ പോലത്തെ അവസ്ഥ വരിക, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം എന്നുള്ള രീതിയിൽ വരുമ്പോഴായിരിക്കും നമ്മൾ ഈ നാർസിസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് തിരുത്താൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണത്. അവർ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് പതുക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ സംശയരോഗം എന്നുള്ളത്. അതിന്റെ ഒരു കാരണം എന്താണെന്നാണ് തോന്നുന്നത്? അവരുടെ തന്നെ ഇൻസെക്യൂരിറ്റീസ് ആണോ അതിന്റെ കാരണം, അതോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ കൂടുതലായിട്ട് പുരുഷന്മാരിൽ സംശയരോഗം ഉണ്ടാകും? ഈ സംശയരോഗം സ്ത്രീകളിലും ഉണ്ടാവാറുണ്ട്. അത് ഭർത്താക്കന്മാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഈ സംശയരോഗം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകുക, പേരൻസിന്റെ നെഗ്ലക്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അവരെ ആരും കെയർ ചെയ്യാതിരിക്കുക, ചതിവുകൾ പറ്റുക പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പാരമ്പര്യത്തിന്റെ ഒരു ഘടകമുണ്ട്. അവരുടെ പേരൻസിനോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതൊരു കെമിക്കൽ ഇംബാലൻസ് ബ്രെയിനിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മൾ ഡെലിയൂഷണൽ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഈ സംശയരോഗം എന്ന് പറയുന്നത്, ഇത് മരുന്ന് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതേസമയം പണ്ട് എനിക്ക് ലവ് ഫെയിലിയർ ഉണ്ടായി, എന്നെ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് ഇനി എന്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ടെൻഷന്റെ പുറത്ത് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റും. രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. ഇതിപ്പോ സംശയരോഗമുള്ള പുരുഷനല്ല, സംശയരോഗമുള്ള സ്ത്രീയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടും പലപ്പോഴും പലതരത്തിലുള്ള സ്ട്രെസ് പുരുഷന്മാർ അനുഭവിക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും അവര് ചികിത്സയ്ക്ക് വരാൻ തയ്യാറായിരിക്കില്ല, അല്ലെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ പറയുന്ന സ്ത്രീകളുണ്ടാകും. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്തെങ്കിലും ചെയ്തത് കൊണ്ടായിരിക്കും അവൾക്ക് സംശയം ഉണ്ടാകുന്നത് എന്നുള്ള, ഒന്നും ചെയ്യാതെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന പുരുഷന്മാർ ഒരുപാടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോ ഇങ്ങനെ ഒരാൾക്ക് സംശയരോഗം ഉണ്ടെങ്കിൽ അയാളോട് നിനക്ക് ഭ്രാന്താണ്, നീ പോയി മരുന്ന് കഴിക്കുന്നൊന്നും പറയുന്നത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. അത് ചെയ്യരുത്. കാരണം അതൊരു രോഗമാണ്. നമ്മളത് എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഈ സംശയരോഗമുള്ള ഒരാളുടെ ഒരു പ്രശ്നം, നമ്മൾ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള കാര്യം പോലും അയാൾ ചിലപ്പോൾ അയാൾക്കെതിരെ ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ അവരോട് സ്നേഹമില്ല, മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുള്ളതായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നതായിരിക്കും, അപ്പൊ അതിനെ അങ്ങനെ തെറ്റിദ്ധരിക്കാനായിട്ട് വേറെ എന്തോ ആണ്, എന്നെ ചതിക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പം പതുക്കെ കൺവിൻസ് ചെയ്ത് ഫാമിലിയുടെ കൂടെ ഇൻവോൾവ്മെന്റ്, ഇപ്പം അവരുടെ ഫാമിലി, അവരുടെ മാതാപിതാക്കളുടെ ഒക്കെ ഇൻവോൾവ്മെന്റോട് കൂടി പതുക്കെ നമ്മൾ മരുന്നിന്റെ സഹായത്തോടു കൂടി ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണത്. ബിനുജി വർഗീസ് ചോദിക്കുന്നു, 40-ന് മുകളിൽ എത്തുമ്പോൾ സാധാരണ കുടുംബത്തിൽ കണ്ടുവരുന്ന പങ്കാളികളുടെ ഇൻഫീരിയർ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സിനെ എങ്ങനെ തരണം ചെയ്യാം? അതായത് ഇപ്പൊ ഒരാൾ വളരെയധികം മുന്നോട്ട് പോയി, പക്ഷെ മറ്റേ ആള് അത്രത്തോളം സ്റ്റക്ക് ആയിപ്പോയി ജീവിതത്തിൽ. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ അത് ആ പറയുന്ന മറ്റേ പാർട്ട്ണർ അല്ലെങ്കിൽ ഭർത്താവിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം കൊണ്ടായിരിക്കില്ല സംഭവിച്ചത്, എന്നാൽ പോലും അതിന്റെ ഒരു സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ബ്ലെയിം അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഈ ഭർത്താവായിരിക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്.
ഇല്ല, ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊണ്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. രണ്ടുപേരോട് ചേർന്നിട്ട് എങ്ങനെയാണ് രണ്ടുപേർക്കും പ്രൊഫഷണലി മുന്നോട്ട് വരാൻ പറ്റുന്ന രീതിയിലൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ സ്ത്രീകളിൽ പുരുഷന്മാരിലും ഇങ്ങനെ സംഭവിക്കാം. അവർക്ക് സ്വയം ഒരു വിലയില്ലായ്മ കൊണ്ട് അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയും അവരുടെ കുറവുകളെ പറ്റി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന് എഫേർട്ട് ഇടാൻ പറ്റാതെ പോവുക, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാതെ പോവുക. സ്കില്ല് കുറവുകൊണ്ടല്ല, അവരതിന് എഫേർട്ട് ഇടുന്നില്ല, അവരുടെ ഡിപ്രഷനോ സെൽഫ് എസ്റ്റീം കുറവുകൊണ്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്ന് പരിഹരിച്ച് അവരെ കോൺഫിഡന്റ് ആക്കി നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഈ കമ്പാരിസണും കാര്യങ്ങളൊക്കെ കാണും. ജീവിതത്തിൽ മുന്നേ എപ്പോഴെങ്കിലും ചിലപ്പോൾ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് കമ്പാരിസന്റെ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരുപാട് ലോ സെൽഫ് എസ്റ്റീമുമായിട്ടായിരിക്കും ഈ വിവാഹ ജീവിതത്തിലേക്ക് അവർ വരുന്നത്. അപ്പൊ അത് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മള് ഒരു സ്ത്രീകളുടെ പലതരത്തിലുള്ള അസുഖം, മാനസിക രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അവരുടെ ഒരു ഫിസിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക രോഗങ്ങളെ കുറിച്ച് പറയും, ഹോർമോണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഡെലിവറി, പോസ്റ്റ്മോർട്ടം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന സ്ത്രീകളുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ അതിന് ഒരു സാധ്യതയുള്ളത് ഈ മെനോപോസ് പോലെ തന്നെയുള്ള ആൻഡ്രോപോസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം. പലപ്പോഴും ഭയങ്കരമായിട്ട് വീട്ടിലെ പുരുഷന്മാർ എന്താ പറയാ, ഈ തൊട്ടാപ്പൊട്ടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം നമ്മൾ പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? സത്യത്തിൽ അതിനെക്കുറിച്ച് ആളുകൾ അവെയർ ആണോ? അത്തരത്തിലൊരു ഹോർമോണൽ ഷിഫ്റ്റ് പുരുഷന്മാർക്ക് സംഭവിക്കുന്നുണ്ടോ? എന്ത് നമുക്ക് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇല്ല, പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് അവരുടെ ഹോർമോണൽ പ്രശ്നങ്ങളാണോ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ നമ്മൾ നോക്കണം. പക്ഷെ പൊതുവെ ആങ്കർ ഇഷ്യൂ ഉള്ളവരിൽ ചിലപ്പോൾ ഈ ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി ഒരു സിവിയർ ആയിട്ടുള്ള രീതിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ചും കൂടി അവെയർ ആകുക, നേരത്തെ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ ഹിസ്റ്റക്ടമി അല്ലെങ്കിൽ മെനോപോസ് പോലുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതെന്താണ്, ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഇത് വലിയ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ പ്രസവത്തിന്റെ കാര്യത്തിൽ പോലും ഇത് കഴിഞ്ഞിട്ട് എന്താണ്, പ്രസവം എങ്ങനെയാണ്, അതിന്റെ വേദന എങ്ങനെയാണെന്നുള്ള അവയർനെസ് ഇല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ഒരു വിഷമിച്ച് പോകും. അപ്പൊ ഇതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഒരു അവയർനെസ് വേണം. ഇപ്പോൾ ചിലപ്പോൾ ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ സെക്ഷൽ പെർഫോമൻസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു അവയർനെസ് വേണം. അത് പരിഹരിക്കുന്ന രീതിയിലേക്ക് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്താലായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളിലും അവർക്ക് ബെറ്റർ ആയിട്ട് വരാൻ പറ്റുള്ളൂ. ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാവണം. ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളാണല്ലോ പലപ്പോഴും ഈ ആത്മഹത്യകളും ഒക്കെ നമ്മൾ കാണുന്നു, കുടുംബ ആത്മഹത്യകളും ഒക്കെ നടത്തുന്നതിന്റെ പ്രധാന കാരണമായി കാണുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അപ്പോ അതാണോ പ്രധാനമായിട്ടും ഇവരുടെ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കും കൂടുതലും കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിൽ മിക്കപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രശ്നം തന്നെ വലിയൊരു വിഷയമാണ്. ബിസിനസ് തകർച്ച വരിക പോലുള്ള കാര്യങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട്. പക്ഷെ ഒരു യങ് ആയിട്ടുള്ള ഒരാളെ എടുക്കുകയാണെങ്കിൽ, 20 ഒക്കെ വയസ്സുള്ള ആളെ എടുക്കുവാണെങ്കിൽ ഈ പ്രണയപരാജയമൊക്കെ അവർക്കൊരു വിഷയമാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിന്റെ യൂസ് അമിതമാകുമ്പോൾ സൂയിസൈഡൽ ടെൻഡൻസിയും ഡിപ്രഷനും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല റീസൺസ് ഉണ്ട്. പക്ഷേ സ്ത്രീകളെക്കാളും കൂടുതൽ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള എക്സ്പെക്ടേഷൻ പുരുഷന്മാരുടെ മേളിൽ കൂടുതലാണ്. അത് സൂയിസൈഡിലേക്ക് നയിക്കാനായിട്ട് സാധ്യത ഹൈ ആണ്. ഇപ്പൊ ഒരു സ്ത്രീ ഡിപ്രഷനിലായിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് പുരുഷന്മാരിൽ കാണാൻ സാധിക്കും? അതോ അത് കുറച്ചുകൂടി സൈലന്റ് ആണെന്നാണോ ക്ലയൻസുകളിൽ നിന്ന് പ്രിയക്ക് തോന്നിയിട്ടുള്ളത്? അവർ കുറച്ചുകൂടെ സഫർ ചെയ്യുന്നവരായിരിക്കും. അത്ര ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. അവർ മനസ്സിൽ ഇങ്ങനെ മൂടി വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കരയാനും കുറച്ചും കൂടി പറയാനും പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ സാധാരണ പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത രൂപം പോലെ ഡിപ്രഷൻ ഉള്ളവർ വളരെ കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെ നോക്കുമ്പോൾ നമുക്ക് വളരെ ധൈര്യശാലിയും ചിലപ്പം തോന്നാം, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നാം, നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കും. അപ്പൊ ഈ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് വരെ ചിലപ്പം നമുക്ക് തന്നെ തോന്നുന്നത് എന്താണ് ഈ ആൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞതേ ഇല്ലല്ലോ. പലപ്പോഴും ഈ സൂയിസൈഡ്സിന്റെ കാര്യം വരുമ്പോഴേ, ഈ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സർപ്രൈസ് പോലെ ആയിരിക്കും, ഈ ആൾ ഇങ്ങനെ ചെയ്തെന്നോ. അവർ ഭയങ്കര അത്ഭുതപ്പെട്ടു പോകും, വിശ്വസിക്കാനാവുന്നില്ല. പുറമെ അതിന്റെ ലക്ഷണങ്ങൾ ഇവർ കാണിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. നമ്മൾ ഈ സ്മൈലിംഗ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ ഡിപ്രഷനെ ഒളിപ്പിച്ച് വെച്ച് പുറമെ ചിരിച്ചു നടക്കുന്ന ആളുകളുണ്ട്. അവർ ഈ ട്രീറ്റ്മെന്റിന് വരുമ്പോഴായിരിക്കും നമുക്കും അത്ഭുതം തോന്നും. അത്രയും നേരം ചിരിച്ചിരുന്ന ഒരാള് വല്ലാതെ കരയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ഇത് ആർക്കും ഇത് വരാമെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും കുറച്ചും കൂടി ഇതിനെപ്പറ്റി അറിയാകുകയും ചെയ്യണം.
ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അഡിക്ഷൻ ആയിരിക്കാം. ഇപ്പോ ആൽക്കഹോളിസം എന്നുള്ളത് ഒരു അഡിക്ഷൻ ആയിട്ട് കാണാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട്. അതൊരു വലിയൊരു എന്താ പറയാ ഒരു മാൻലിനെസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. എത്രത്തോളം പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ മദ്യം ബാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്? ഈ മദ്യപാനം എന്ന് പറയുന്നത് അതൊരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗം തന്നെയാണത്. അത് നമ്മൾ ചികിത്സിക്കേണ്ട, ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. ഇത് പലപ്പോഴും ഏറ്റവും നല്ലൊരു മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ ആൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും: ഇത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്ന് നിർത്തണം, ഇന്ന് നിർത്താം, നാളെ നിർത്തണം, നാളെ നിർത്താം. ഞാനിങ്ങനെ പലതവണ ഇതിനു മുമ്പേ നിർത്തിയിട്ടുണ്ട്, വളരെ ഈസിയാണ് നിർത്താൻ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെ അല്ല. ഇതൊരു രോഗമാണ്. ഇത് ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇത് ഉപയോഗിച്ച് വരുന്നത് കണ്ടിട്ട് പഠിച്ചതാവാം, അല്ലെങ്കിൽ പണ്ട് കൂട്ടുകെട്ടുകൾ അങ്ങനെ ആയിരുന്നിരിക്കാം. പല ആൾക്കാർക്കും ഉത്കണ്ഠ ഉണ്ടായിരിക്കും, ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട് പേടിയാണ്. അപ്പൊ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ധൈര്യം വരുന്നു. അങ്ങനെയാണ് അവരുടെ ചെറിയ പ്രായത്തിൽ ഇത് തുടങ്ങിയത്. ഇപ്പൊ അതിന് അവർ അഡിക്റ്റ് ആയി. അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിരിക്കും, ഒറ്റപ്പെടൽ ഉണ്ടായിരിക്കും, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ ഈ മദ്യം ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിയുമ്പം ഇത് മാനസിക രോഗത്തിന് കാരണമാകും. ഈ പറയുന്ന പോലെ സംശയരോഗവും അതുപോലെ തന്നെ വലിയ മാനസിക പ്രശ്നങ്ങൾക്ക്, ഉദാഹരണത്തിന് ഹാലൂസിനേഷൻ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നുക പോലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറും. ഇതങ്ങനെ പെട്ടെന്ന് നമ്മൾ നിർത്താമെന്ന് വിചാരിച്ചാൽ നിർത്താൻ പറ്റുന്നതല്ല. നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. ഡെലീറിയം ട്രമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പോവാറുണ്ട്. 5% മദ്യം അങ്ങനെ നിർത്തുന്ന ആൾക്കാർ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അവരുടെ മാനസികാരോഗ്യം കൂടെ ബെറ്റർ ആക്കുക. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സിച്ച് നേരെയാക്കണം. വീട്ടിലിരുന്നൊക്കെ മദ്യപിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, വളരെ റെസ്പോൺസിബിൾ മദ്യപാനികളാണ് എന്നാണ് അവർ സ്വയം പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം കുടുംബത്തിലെ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്? ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ക്ലയൻസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലായിട്ടുള്ള കാര്യം? അല്ല, ഇപ്പൊ ഓണത്തിനും ക്രിസ്മസിനും വിശേഷ ദിവസങ്ങളിൽ മാത്രം ഫ്രണ്ട്സിന്റെ കൂട്ടിരുന്ന് അവർ മദ്യപിക്കുന്നു. അതിനൊരു അളവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഡെയിലി മദ്യപിക്കുന്നു, മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, ചീത്തവിളികൾ, അതുപോലെ തന്നെ സംശയം, ഉപദ്രവം, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ആ വീട്ടിലുള്ള വ്യക്തികളെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. ഭാവിയിൽ ആ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഈ വ്യക്തി ചിലപ്പോൾ ഈ വഴക്കിന്റെ ഭാഗമായിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ ഡിപ്രഷൻ ഉള്ള പുരുഷന്മാർ ചികിത്സയോട് വൈമുഖ്യം കാണിക്കുന്നതായി തോന്നുന്നുണ്ടോ? അതോ അവർ കുറച്ചുകൂടി ആക്സസിബിൾ ആണ് ചികിത്സ എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ കൂടുതൽ വരുന്ന ആരാണെന്ന് ചോദിച്ചാൽ പുരുഷന്മാരാണ്. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഫീമെയിൽസിനാണെങ്കിൽ വീട്ടിൽ അനുവാദം ചോദിക്കുക, അല്ലെങ്കിൽ കൂടെ ഒരാൾ വരിക എന്നുള്ള കുറെ പ്രോസസ്സുകൾ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാൻ പറ്റില്ല. ട്രീറ്റ്മെന്റിന് വരുന്നത് കൂടുതലും ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും. അങ്ങനെ വരുന്നവര്, പക്ഷെ ഒരുപാട് പേർക്ക് ഡിപ്രഷനുള്ള എല്ലാവരും വരുന്നില്ല. കുറച്ച് ശതമാനം ആളുകളാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മാറ്റാനായിട്ട് വരുന്നതെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ കുടുംബത്തിനോ അല്ലെങ്കിൽ അത്ര സപ്പോർട്ട് സിസ്റ്റം എത്രത്തോളം വീക്ക് ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെയാണോ പുരുഷന്മാർക്ക് ഡിപ്രഷൻ വരുമ്പോൾ സംഭവിക്കുന്നത്, അതോ കുടുംബാംഗങ്ങൾ കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ടാണോ കാണുന്നത്? പല പുരുഷന്മാരും വീട്ടിൽ പറയാനായിട്ട് റെഡിയല്ല. കാരണം അവർക്കൊരു വിഷമം ആവണ്ടല്ലോ. ഞാനാണല്ലോ ആ വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആള്. അപ്പൊ ഞാൻ വീക്കാണെന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും? കാരണം പുരുഷനാണ് ഡോമിനന്റ് ആയിട്ടൊരു ആള് പോയി വിഷമത്തിനാണെന്ന് പറഞ്ഞാൽ എല്ലാം തകർടം മറിയും. പറയാതിരിക്കുന്നതാണ് മിക്കവരും ചെയ്യാറുള്ളത്. പറയുന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അവരുടെ കേസിലൊക്കെ മിക്കപ്പോഴും അവരുടെ ഭാര്യമാർ ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും ഇമോഷണലി. അവർ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അത്തരം ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഇമ്മ്യൂണിറ്റിയും കുടുംബങ്ങൾ ലഭിക്കാറുണ്ട്, പുരുഷനാണ് എന്നുള്ളത് കൊണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന കുടുംബാംഗങ്ങളെ കണ്ടിട്ടുണ്ടോ? അതോ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണോ തോന്നാറുള്ളത്? ഉദാഹരണത്തിന് കുറച്ച് പിഡോഫൈൽ ആയിട്ടുള്ള ഒരു പുരുഷനായിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരാളെ അബ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ആ തരത്തിലുള്ള ഒരു ചായവുള്ളതായിരിക്കും. അത്തരത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള പുരുഷന്മാരെ ചികിത്സിക്കാനായിട്ട് ആരെയും കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അതോ അതൊക്കെ കുറച്ചുകൂടി അങ്ങ് ആക്സെപ്റ്റബിൾ ആയി പോവുകയാണോ ചെയ്യുന്നത്? ഇത് ഭാര്യമാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഫാമിലി പ്രോബ്ലം എന്നുള്ള രീതിയിലേ വരുവുള്ളൂ. അല്ലാതെ വരുന്നത് വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേനും ചില കേസസിൽ ഇവര് തമ്മിൽ തീർത്തോളൂ എന്നുള്ള രീതിയിൽ എല്ലാവരും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം.
കുറച്ച് ശതമാനം ആൾക്കാർ മാത്രം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഇതൊരു രോഗമായിട്ട് കൺസിഡർ ചെയ്ത് മാറ്റണം എന്ന് പറയും. പക്ഷെ പൊതുവെ ഈ പറയുന്ന പോലെ പുരുഷന്മാർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകളെ ആകുമ്പോൾ സ്ത്രീയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അവരുടെ തെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും സെക്ഷൽ ഡീവിയൻസ് ഉള്ളപ്പോൾ ചില ആളുകൾ പറയുന്നതാണ് ഭാര്യ ആളോട് നല്ലതായിട്ട് സപ്പോർട്ടീവ് അല്ലാഞ്ഞത് കൊണ്ടാണ് സംഭവിച്ചെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ ഒരു രോഗാവസ്ഥയാണ് ഈ സെക്ഷൽ ഡീവിയൻസ് എന്നൊക്കെ പറയുന്നത്. അത് ഭാര്യ നല്ലതായിട്ട് നിൽക്കാത്തതുകൊണ്ടല്ല, അത് ചെറുപ്പം തൊട്ടേ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും പുരുഷന്മാർ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ പലപ്പോഴും ഭാര്യ നേരത്തെ മരിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. എന്തൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഈ പറയുന്നത് ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ വലിയ സ്ട്രെസ് ആയിരിക്കും അവര് ശരിക്കും ഡിപ്രഷനിലേക്ക് പോലും പോകുന്ന അവസ്ഥയുണ്ട്. കാരണം പുരുഷന്മാർ കൂടുതലും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കൂടുതലും ഭാര്യയുടെ സപ്പോർട്ടിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണല്ലോ. അവരത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം വലിയൊരു ലോൺലിനെസ്, ചിലപ്പോൾ അത്രയും കാലം ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയിരുന്ന ആളുകൾ അപ്പം മാത്രമായിരിക്കും ആ ലോൺലിനെസ് ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ചില ആളുകളുടെ കേസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. പിന്നെ റിട്ടയർമെന്റിന് ശേഷം ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. കാരണം ആക്റ്റീവായിട്ടുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന് കോട്ടം തട്ടി വീട്ടിലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ പലപ്പോഴും ഈ കാണുന്ന കൂടുതൽ ഈ ഗൾഫ് റിട്ടേൺ ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആളുകൾ ഭാര്യയും ഭർത്താവും മാത്രം വീട്ടിൽ നിൽക്കുന്നു. അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂ വരാറുണ്ട് പലപ്പോഴും. രണ്ടുപേരുടെയും ചിലപ്പോൾ ഒരാൾ ഹസ്ബൻഡ് ചിലപ്പോൾ ഇത്രയും വർഷം ജോലി ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം, എങ്ങും പോകാനൊന്നും ഇഷ്ടമില്ലായിരിക്കും. ചിലപ്പോൾ ഭാര്യ അവിടെ നിന്നൊരു ബോറടി അനുഭവിക്കുകയായിരിക്കും. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരിക. എന്നാൽ അതിനെ ഒന്ന് പരിഹരിക്കാൻ മക്കൾ നാട്ടിലില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പൊ മാനസികാരോഗ്യവും ഈ വ്യായാമവും തമ്മിൽ ബന്ധമുണ്ട്. പലപ്പോഴും വളരെ സെഡൻഡറി ആയിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കാം പുരുഷന്മാർ. ബഹുഭൂരിപക്ഷം വൈറ്റ് കോളർ ജോലിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സെഡൻഡറി ആയിട്ടുള്ള ജീവിതം തന്നെ ആയിരിക്കാം. എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ മാനസികാരോഗ്യമായി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്? ഈ ഡിപ്രഷന്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുക, നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മൂഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഈ തണുപ്പ് കാലം വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാന്ന് വിചാരിക്കുക, നമ്മളൊക്കെ ഡിപ്രഷനിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അത് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് പോലും പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്തായാലും നമുക്ക് ആവശ്യമാണ്. നമ്മളത് ഏജ് മുന്നോട്ട് പോയി അല്ലെങ്കിൽ തിരക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഒരുപോലെ ഇത് ബാധിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് നമ്മൾ കുറെ അധികം സംസാരിച്ചു. ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചു. രഞ്ജിത്ത് കാഞ്ഞിരത്തിൽ ചോദിക്കുന്നു, ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന വാക്കാണ് തന്ത വൈബ്. സത്യത്തിൽ അതൊരു വ്യാജ ആരോപണമല്ലേ? അങ്ങനെയെങ്കിൽ തള്ള വൈബും ഉണ്ടാകേണ്ടതല്ലേ? ഇപ്പൊ ഈ തന്ത വൈബ് എന്നുള്ള ഒരു സത്യത്തിലൊരു ബ്ലെയിം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷെയിം ആയിട്ടൊക്കെ തന്നെ ആൾക്കാർ കണ്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് അതിനെ കുറിച്ചുള്ള പ്രിയയുടെ അഭിപ്രായം? അങ്ങനെ രീതിയിലേക്ക് മാറാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും? അല്ല, ഇതിനൊക്കെ നമ്മൾ ഓരോ ബ്ലോഗിലൊക്കെ കാണുന്നതാണ്. അത് ശരിക്കും അത് ഈ സംഭവം എന്ന് പറയുന്നത് അവര് മെച്ചുർ ആയതാണെന്ന് പറയാറുണ്ട്. ശരിക്കും നമ്മൾ ഏജിനനുസരിച്ച് നമ്മൾ മെച്ചുർ ആവും. നമ്മുടെ ഒരു 15 വയസ്സിലോ 20 വയസ്സിലോ ഉള്ളതല്ല നമ്മൾ 40 വയസ്സിലോ 50 വയസ്സിലോ നമ്മളെന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ കാലഘട്ടത്തിലും ഓരോരോ ഇതിനുള്ള ഓരോ വാക്കുകളുണ്ട്. അതങ്ങനെ വരും. അത് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും പ്രിയ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്ഷനിസ്റ്റുകളായ അച്ഛന്മാരായിരിക്കാം തന്ത വൈബ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കെല്ലാം കൃത്യമായി ചെയ്തിരിക്കണം. അതുകൊണ്ട് അവർ ചെയ്യാതിരിക്കുമ്പോൾ അവരത് നോട്ട് ചെയ്യുന്നു, അവരത് പറയുന്നു എന്നുള്ളതായിരിക്കാം കാരണം. ഇപ്പോ നേരത്തെ പ്രിയ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ള ഒരു രീതി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നു. പ്രിയയ്ക്ക് വന്നിട്ടുള്ള ക്ലയൻസുകൾ നോക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ്, വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെ നമുക്ക് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ സാധിച്ചതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാം? ഒരുപാട് പുരുഷന്മാർക്ക് OCD എന്ന അവസ്ഥയുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ വൃത്തിയുടെ പ്രശ്നങ്ങളൊക്കെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പൊതുവെ വൃത്തി പെണ്ണുങ്ങൾക്കാണ് കൂടുതലുള്ളതെന്ന് പറയും, അല്ലെ അവരാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്ന പറയും. പക്ഷെ പുരുഷന്മാരിലും ഇതുണ്ട്. ഈ ഒരു വിഷയം കൊണ്ട് തന്നെ ഭയങ്കര ഡിപ്രഷനിലേക്ക് ആവുകയും ദിവസം ഒരു 10 പ്രാവശ്യമൊക്കെ കുളിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അത്രത്തോളം വൃത്തിയില്ല, വീണ്ടും അഴുക്കാവും എന്നുള്ള ചിന്ത
ഈ ഒരു കാരണത്തിന് ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതായത് ഒന്നും പെർഫെക്റ്റ് അല്ല, ജീവിതം ശരിയല്ല എന്ന് വിചാരിച്ച്. ഇവരെയൊക്കെ പതുക്കെ നമ്മൾ എക്സ്പോഷർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ പേടിയുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇത് കുഴപ്പമില്ല, ഇപ്പൊ ഒരു തവണ കൈ എഴുതാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ പതുക്കെ ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റുന്ന ഒരു അവസ്ഥയാണിത്. ഇത് ഒരുപാട് ആളുകളിലുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഒരാളെ നോക്കുമ്പോൾ അത് തെറ്റായിട്ടാണോ ഞാൻ നോക്കുന്നത് എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. നമ്മൾ പൊതുവെ പുരുഷന്മാരെല്ലാം സ്ത്രീകളെ മോശമായിട്ട് നോക്കുന്നത് അങ്ങനെയല്ല. ഞാൻ തെറ്റായിട്ട് ഒരാളെ നോക്കരുത് എന്ന് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത് വലിയ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഞാനൊരു കുട്ടിയെ മോശമായിട്ട് നോക്കുവോ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന, അങ്ങനെ നോക്കാൻ പാടില്ല, നോക്കിപ്പോയോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ പറ്റി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നൊരു കാലമാണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ പോകുമോ, നമ്മൾ ഹോമോസെക്ഷൽ OCD എന്നാണ് പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറൊരാളുടെ, ഒരു പുരുഷന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം എനിക്ക് വരുമോ എന്ന് ചിന്തിക്കുന്നതൊക്കെ പുരുഷന്മാരുണ്ട്. അപ്പം ഇതൊക്കെ കുറച്ചും കൂടി ഇത് സ്ത്രീകളിൽ മാത്രമുള്ളതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് പുരുഷന്മാരിലും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും വേണം. ഇപ്പോ ഈ ഒരുപാട് മാൻലി ആയിട്ടുള്ള ട്രേറ്റ്സ് ഇല്ലാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാമാണ്, കുറച്ചുകൂടി കൈൻഡാണ്, കുറച്ചുകൂടി അഗ്രസീവ് അല്ല. അവർക്ക് പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് പെങ്കോന്തനെന്നോ അല്ലെങ്കിൽ അത്രക്കൊരു ആണത്തമുള്ള ഒരാളല്ല എന്നുള്ള ഒരു ബ്ലെയിം, പലപ്പോഴും ഷെയ്മിങ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു LGBTQ അംഗങ്ങളോടും പലപ്പോഴും സമൂഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ആണായി ജനിച്ചിട്ടാണ് അല്ലാതെ ജീവിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് അവർ പലപ്പോഴും വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുരുഷനാകുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ടോ സമൂഹത്തിൽ? എപ്പോഴും ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പുരുഷനായി നിലനിൽക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ആണോ കൂടുതലായിട്ട് ആൾക്കാർ കാണുന്നത്? നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ അങ്ങനെയല്ലേ, അതിലെ ഹീറോ എന്ന് പറയുന്നത് ഭയങ്കര മാൻലിയാണ്. പുള്ളിയോട് എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറും, സ്മോക്ക് ചെയ്യും, ആൽക്കഹോൾ ഉപയോഗിക്കും, വേറെ ഡ്രഗ്സ് ഉപയോഗിക്കും, വലിയൊരു ഒരു ഗുണ്ടായിസം കാണിക്കുന്ന രീതിയിലാണ്. പക്ഷെ നായകനെ തന്നെ കാണിക്കാന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് ഒരിക്കലും മറ്റുള്ളവരെ, ഭാര്യയെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നിലയ്ക്ക് നിർത്താനല്ലേ നോക്കുകയുള്ളൂ. പക്ഷെ ആ ഒരു രീതി അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് മാനസികാരോഗ്യം കൊടുക്കുന്നതാണോ, സമാധാനം കൊടുക്കുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ സിനിമയിൽ കാണുന്ന ഹീറോസ് ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ വളരെ പ്രോബ്ലം സോൾവ് ചെയ്തും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. കാരണം ഇവര് നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവും പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യാനുള്ള കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. എല്ലാത്തിനോടും സെൻസിറ്റീവായി ഈ കാണുന്ന ഹീറോയെ പോലെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാൽ ആർക്കും ജീവിതത്തിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഇത് പലപ്പോഴും ഈ സിനിമയിലൊക്കെ കാണുന്നതാണ്. ജീവിതത്തിൽ നമ്മളിങ്ങനെ ഭയങ്കര അഗ്രസീവ് ആകേണ്ട ആവശ്യമില്ല നമുക്ക് ജീവിക്കാനായിട്ട്, അല്ലാതെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലരും പോയി കഴിഞ്ഞു. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാനൊരാണാണ്, ഞാൻ കുട്ടികളെ നോക്കില്ല, ഞാൻ ഭക്ഷണം വെക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടെ, കാരണം പലപ്പോഴും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരുന്ന സ്ത്രീകളുടെ ഒരു പ്രധാന പ്രശ്നമാണ് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നില്ല. രണ്ടുപേർക്കും ജോലി ഉണ്ടായിരിക്കും, ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ പല പുരുഷന്മാരും അത് മനസ്സിലാക്കി അവർ വളരെ അഡ്ജസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കുറെയൊക്കെ നമ്മുടെ സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റി അങ്ങനെ ഒരാൾ ഭയങ്കര അഗ്രസീവായിട്ട് ഇരിക്കണ്ട കുടുംബം നല്ല രീതിയിൽ പോകാനായിട്ടെന്നുള്ളത് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പുരുഷൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് കുറെ കൂടിയൊക്കെ റിഫൈൻമെന്റും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ വരേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രിയ പറയുന്നത്. അത് പുരുഷന്മാരുടെയും മാനസികാരോഗ്യത്തെ നന്നായി തന്നെ മാറ്റിയെടുക്കും എന്നാണ് പ്രിയ പറയുന്നത്. ജയശ്രീ ചോദിക്കുന്നത് പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രൊവൈഡർ ആകുക എന്നുള്ളതാണോ അവരെ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്നത്, അതോ സ്ത്രീകൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരാളായി ഞാൻ മാറണം എന്നുള്ളതാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നത്? അതോ ഇത്തരം കാര്യങ്ങളൊന്നും അവരെ ട്രിഗർ ചെയ്യുന്നില്ലേ? അല്ല, ഇതെല്ലാം അവരെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കോൺഫിഡൻസ് കുറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ ആളുകൾ ഇഷ്ടപ്പെടുവോ, എന്റെ ഭാര്യ ഇഷ്ടപ്പെടുവോ, ബഹുമാനിക്കുവോ എന്നുള്ള ഇത് കാണും. നമ്മൾ ഈ വടക്ക് നോക്കിയന്ത്ര സിനിമയ്ക്കകത്തൊക്കെ കണ്ടതല്ലേ, അഭിനയിച്ച് കാണിച്ചിട്ട് പുള്ളി വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കുക. ഇത് പലപ്പോഴും പല പുരുഷന്മാർക്കുള്ളതാണ്. അവരിങ്ങനെ ബേസിക്കലി അഗ്രസീവ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ചില ബ്ലോഗേഴ്സിനെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, അഗ്രഷൻ ഉള്ളതുപോലെ അവർ വലിയ ധീരന്മാരാണെന്നുള്ളതുപോലെ അവർ അഭിനയിക്കേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ സ്ട്രെസ്സാണ്. പുറമെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ വളരെ സ്ട്രെസ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്.
തീർച്ചയായിട്ടും കുറച്ചുകൂടിയൊക്കെ സംസ്കരണം തങ്ങളുടെ സ്വഭാവത്തിലും രീതികളിലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാനസികാരോഗ്യം പുരുഷന്മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാതിരിക്കാൻ അവരുടെ ജീവിതത്തിലെ സ്ത്രീകളും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ മറ്റ് അംഗങ്ങളും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അനാവശ്യമായ ബേർഡനുകൾ അവരുടെ മേലേക്ക് ചൊരിയാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള എക്സ്പെക്ടേഷൻ അവരിൽ നിന്ന് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് നല്ല മാനസികാരോഗ്യമുള്ള പുരുഷന്മാരെ വളർത്തിയെടുക്കാൻ നല്ലത് എന്നാണ് പ്രിയയും പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ ലൈവ് സെഷനിൽ എൻഗേജ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾ ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാനസികാരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിൽ അടുത്ത ആഴ്ചകളിൽ ലൈവ് സെഷനുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം നന്ദി പ്രിയ, ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. അപ്പോൾ അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.